കള്ളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. നിർത്തടിയുമാരെ വിരുന്നുകാരെ എങ്ങനെ ഒഴിവാക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവള് വിരുന്നുകാരെ ഓരോരുത്തരും ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. കാട്ടുമ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിരുന്നുകാരെന്ന് പറഞ്ഞ ആര് ഈ പടിക്ക് വന്നാലും നമ്മൾ ഈ പുരയുടെ അകത്തോട്ട് കയറ്റൂല. അതെന്താ? കുടുംബത്തെ കേറി നിര നിര നിരഞ്ഞെല്ലാം വാരിക്കെട്ടി ഒടുക്കും ഈ വീട് മുടിപ്പിക്കുമേ. അളിയനും മൂത്തപ്പന്റെ മകനും ബന്ധത്തിൽ ബന്ധുവിന്റെ ബന്ധക്കാരൻ മാമനും തുള്ളി വരും വിരുന്നുകാർ ബന്ധുക്കള് മൊത്തത്തിൽ ശല്യങ്ങളാ. പാത്തുമ്മ പ്രായം അറിയാണ്ട് കണ്ട് തുള്ളല്ലേ, എന്താ കാര്യമെന്ന് പറയാൻ? നിങ്ങൾക്ക് ഞമ്മളോട് പെരുത്ത സ്നേഹം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ഞമ്മടെ ഫോട്ടോ പേഴ്സിനകത്ത് വെച്ചോണ്ട് നടക്കണേ. എടി, എന്തെങ്കിലും എടുങ്ങേറായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ആകെ ചുറ്റിത്തിരിഞ്ഞ് നട്ടം കറങ്ങി അലാക്കിന്റെ അവലിങ്ങഞ്ഞ് പരുവത്തിലിരിക്കുന്ന സമയത്ത് നിന്റെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരാശ്വാസം കിട്ടും. അതല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ ആണുങ്ങൾക്ക് ഭാര്യമാരുടെ ഫോട്ടോ നോക്കിയ ഒരു ആശ്വാസം തന്നെയാ. അങ്ങനത്തെ ആശ്വാസം അല്ല മോളെ ഇത്. ഇതിലും വലിയ പ്രശ്നമല്ല അത് എന്നോർക്കുമ്പോഴുണ്ടാവുന്ന ഒരാശ്വാസം. അതുകൊണ്ടല്ലേ പുള്ളേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ ഫോട്ടം പേശിക്കൊണ്ട് നടക്കണത്. മനുഷ്യ, നിങ്ങൾ നമ്മളെ ഇടങ്ങേറൊക്കെ പറയണല്ലേ? ഇല്ല, നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ഓർക്കണം, പിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്തിരുന്ന സാരി നിങ്ങൾ ഓർക്കണം. പിന്നെ തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വന്നത് KK എക്സ്പ്രസ് ആണോ, മദ്രാസ് മെയിൽ ആണോ, ജയന്തി ജനതയാണോ എന്നൊക്കെ ആരെങ്കിലും നോക്കുവാടി. വലിയ വർത്താനൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ നമ്മളെ എവിടെയെങ്കിലും ഒരു ടൂറിന് കൊണ്ടുപോയിട്ടുണ്ടോ? നിനക്കിപ്പോ ടൂറിന് പോകാഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ നിന്റെ ബന്ധുക്കാർ ഓരോരുത്തർ വിരുന്നുകാരാന്നും പറഞ്ഞ് വന്നിരുന്ന് കുത്തിയിരുന്ന് നമ്മളെ മുടിപ്പിച്ചിട്ട് പോണല്ലേടി. ഇക്ക, എന്റെ ആങ്ങളുടെ മോൻ വരുമെന്ന് കമ്പി അടിച്ചായിരുന്നു. അവൻ ഈ പടി ചവിട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പി എടുത്ത് അവന്റെ തലക്കിട്ട് ഞാൻ അടി. വിരുന്നുകാരെ കൊണ്ട് വലിയ തൊഴിലായില്ല. അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും വരുമ്പോ നിങ്ങൾക്ക് പ്രാന്താ. എടി, ആ ഹിമാർ വന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്. പണ്ടാരടങ്ങാനായിട്ട് നാശപ്പെടുന്ന് പോകയില്ല. മാമാ വടച്ചോനെ, അവന്റെ കാര്യം പറഞ്ഞ് നാക്ക് വളച്ചു കൂട്ടി അകത്തേക്ക് ഇട്ടോളു. അപ്പോഴത്തേന് നീർക്കോലി എത്തി. മാമാ ഞാനെത്തി. അളിയന്റെ മോനെ മൂച്ചട്ടക്ക പാപ്പാടത്തല്ലിട്ട് ജയിലിൽ പോയോനെ വേലാലി കുടുംബത്തെ കേറിയാൽ നിന്നെ കൊല്ലും ഞാൻ. കല്ലല്ലേ മാമ കൊല്ലല്ലേ മാമ പറയണ കേട്ട് ഞാൻ നിന്നോടാ മാമ. പണ്ടത്തെ പോലെ ഞാൻ കാശ് കൊണ്ടിവിടുന്നേ മുങ്ങൂല. വേണേ കുറച്ചു നേരം നിന്നിട്ട് പൊക്കോട കുരുത്തം കെട്ടോന്നെ. അല്ല വിരുന്ന് പാക്കുവാൻ പരിങ്ങി നിൽക്കാതെ തിരിച്ചു പൊക്കോണം. പോയിട്ട് വേറെ കാര്യമുള്ളതാണ്. ഞാൻ പോകുന്നില്ല, എനിക്ക് ചായ കുടിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അത് ശരി, എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചായ എടുത്തു. അവന് പെട്ടെന്ന് പോകാനുള്ളതാണിത്. അങ്ങനെ പറയല്ലേ, പിന്നെ ഉച്ചക്ക് വെക്കുന്ന ചോറുകൂടി തിന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു. എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചോറുണ്ടാക്ക. അവന് ചോറിനിട്ട് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന് എന്ന് പറഞ്ഞ വൈകുന്നേരം ഉണ്ടാക്കുന്ന ബിരിയാണി പിന്നെ ആര് ചെയ്യും? എന്നാ പെട്ടെന്ന് പോയിനെ വെട്ടിട്ട് ബിരിയാണി ഉണ്ടായി കൊടുക്ക് പാത്തുമ്മ. അവന് പോണോന്ന്. അല്ല, എനിക്കറിയാൻ മേലെ ചോദിക്കാൻ എന്നെ പറഞ്ഞുവിടാൻ മാമാക്ക് എന്നെ ഇത്ര ധൃതി. എടാ, നിന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല, അത് തന്നെ. ഇവനിപ്പൊ എന്ത് ചെയ്തെന്ന് എങ്കിലും പറയണേ. നിനക്കറിയാൻ പാടില്ലായിട്ടാണ്. എടാ, നീ അപ്പുറത്തെ വീട്ടിലെ റസിയോനോട് എന്തോ വേണ്ടാതിനും പറഞ്ഞിട്ട് നീ അവിടെ മാപ്പ് പറയാൻ ചെന്നാർന്നാ? ചെന്നായിരുന്നു. എടാ, മാപ്പ് പറയാൻ ചെന്ന ഒരാളെ എന്തിനാടാ പിന്നെ അവരെ കൂട്ടിയിട്ട് തല്ലിയത്? അത് പിന്നെ ഒരു അക്ഷരത്തെറ്റ് പറ്റിയതാ. എന്തിന്? കുട്ടി എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞത് കുട്ടി എന്റെ കൂടെ പൊറുക്കണമെന്നായിപ്പോ എന്റെ മാമ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ലെന്ന്. നീ കിട്ടണ വണ്ടിക്ക് വിട്ടോ, നീയും കയറിപ്പോടിയകത്ത്. അയ്യടാ, മാമ എനിക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞ കവാസാറ്റ് ബൈക്ക് ഇട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോവൂല എന്റെ മാമ. പടച്ചോനെ ദേവൻ അടുത്ത ചിലവ്. നിനക്ക് എന്തിനാടാ ഇപ്പൊ കവാസാക്കി ബൈക്ക്? എടാ, നിനക്ക് പടച്ചോൻ എന്തിനാടാ രണ്ട് കാല് തന്നേക്കണത്? ഒരു കാല് ബ്രേക്ക് ചവിട്ടാനും ഒരു കാല് ഗിയർ മാറാൻ. നീ ഇനി ബൈക്കിന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോകരുത്. എടാ, റസാക്ക് ഒരു കവാസാക്കി എടുത്തിട്ടുണ്ടായ പുകിൽ എന്തൊക്കെയാണെന്ന് എനക്ക് അറിയാമോടാ? കവാസാക്കി ഒരെമ്പോക്കി ഹലാക്കാക്കി തരം നോക്കി
എന്താടാ എന്റെ കരണത്തൊരു നീര്? അതൊരു ഉമ്മ തന്നതാ. ഒരു ഉമ്മ തന്നാ അങ്ങനെ നീര് വരുവാടാ? ആ ഉമ്മ അല്ല, പിന്നെ അപ്പുറത്തെ ഐഷയുടെ ഉമ്മ എന്റെ കർണത്തൊട്ടൊന്ന് തന്നതാ. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. നീ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയിക്കൊള്ളാം. പോയിക്കോടാ അവിടുന്ന്. ഞാൻ പോവൂല. നീ പോവില്ലടാ? എന്റെ മാമൻ എന്നെ തല്ലി കൊന്നാലും ഞാൻ പോകും. അപ്പൊ നീ പോവില്ല അല്ലേ? ഇല്ല, പോവൂല. എങ്കിൽ ഞാനും ഒരെണ്ണം തരും. എന്ത് ഉമ്മ? എനിക്ക് ഉമ്മ. പടച്ചോനെ, എന്താണ് പാത്തുമ്മ? എന്ത്